ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ പാലക്കാട് കണ്ടില്ലേ, പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ. എത്ര പേരാണ് പോയത്, എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം, പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് പിണറായി, ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജാണ്. CPM-ന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനാണെങ്കിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരനെതിരെ ഒന്നും പറയാൻ തയ്യാറായില്ല. എല്ലാം നാളെ പാർട്ടി ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം പറയാവുന്നതാണ്. ഇനി ഒരു അനുനയ നീക്കമൊക്കെ നടക്കുന്നതിനുള്ള സാധ്യത. അല്ല, ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അറിഞ്ഞ അവര് പറയട്ടെ, അവർക്ക് അഭിപ്രായം. അവര് പല കാര്യത്തിൽ അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാൻ യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്. ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരിക എന്ന് പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPM-ഉം മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്താൽ നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ് ഒക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾ